ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 വേദിയിൽ സംപൂജ്യ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ മഠാധിപതി തീർത്ഥപാദാശ്രമം വാഴൂർ മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ധർമ്മ സന്ദേശയാത്രയുടെ ആചാര്യനായിരിക്കുന്ന ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ മഠാധിപതി അദ്വൈതാശ്രമം കോഴിക്കോട്, സംപൂജ്യ ആത്മസ്വരൂപാനന്ദ സ്വാമികൾ, സംപൂജ്യ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികൾ, സംപൂജ്യ രാമാനന്ദനാഥ ചൈതന്യ സ്വാമികൾ, സംപൂജ്യ സ്വാമിനി അതുല്യാമൃത പ്രാണ മാതാജി, സംപൂജ്യ സ്വാമിനി വരദാമൃത പ്രാണാജി, സംപൂജ്യ സ്വാമി സത്സ്വരൂപാനന്ദ സ്വാമികൾ, സംപൂജ്യ സ്വാമി അയ്യപ്പദാസ് സ്വാമികൾ, സംപൂജ്യ സ്വാമി ജിതാത്മാനന്ദജി, സംപൂജ്യ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതികൾ, സംപൂജ്യ സ്വാമി അശേഷാനന്ദജി മഹാരാജ്, സംപൂജ്യ സ്വാമി ദേവാനന്ദപുരി സ്വാമികൾ, സംപൂജ്യ സ്വാമി ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികൾ, സ്വാമി ഹംസാനന്ദപുരി സ്വാമികൾ, സ്വാമി സത്യാനന്ദപുരി സ്വാമികൾ തുടങ്ങിയിട്ടുള്ളവരെയും മറ്റ് എല്ലാ സ്വാമിമാരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മഹാസമ്മേളനം ആരംഭിക്കുകയാണ്. പ്രാർത്ഥന. ദീപപ്രോജ്വലനം. ഹരിയോം. നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് സമ്മേളനം ആരംഭിക്കുകയാണ്.
നിലവിളക്ക് കൊളുത്തുന്നത് യോഗാധ്യക്ഷനും മുതിർന്ന ആചാര്യനുമായ സംപൂജ്യ ആത്മസ്വരൂപാനന്ദ സ്വാമികളാണ്. സ്വാമികളോടൊപ്പം മലപ്പുറം ജില്ലയിലെ വിവിധ ആശ്രമങ്ങളിൽ ആചാര്യസ്ഥാനത്തിരിക്കുന്നതായ സന്യാസിനിമാരും അതിനോടൊപ്പം ചേരുന്നു. എല്ലാവരും അതേ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക, ഹരേ രാമ ജപിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. പ്രാർത്ഥനാ ഗീതം ആലപിക്കാൻ ഗീതാ കോമളൻ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ശിവോഹം ശിവ സ്വരൂപോഹം, ശിവോഹം ശിവ സ്വരൂപോഹം, ശിവോഹം ശിവ സ്വരൂപോഹം, ശുദ്ധോഹം ബുദ്ധോഹം മുക്തോഹം, ശുദ്ധോഹം ബുദ്ധോഹം മുക്തോഹം, ശിവോഹം ശിവ സ്വരൂപോഹം, ബ്രഹ്മോഹം ബ്രഹ്മ സ്വരൂപോഹം, ബ്രഹ്മ സ്വരൂപോഹം. ഹരി
സ്വാഗത ഭാഷണത്തിനായി സംപൂജ്യ ഡോക്ടർ ധർമാനന്ദ സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സദ്ഗുരു ചരണാരവിന്ദഭ്യാം നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും കാരണഭൂതയായ പരാശക്തി ശ്രീ ജഗദംബികയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ലോകേശ്വരിയുടെ അവതാരമായി കടൽക്കരയിൽ വാസിനിയായി ഈ മലനാടിനെ മൊത്തം അനുഗ്രഹിക്കുന്ന താനൂരിൽ കുടികൊള്ളുന്ന ശ്രീ കുരുമ്പ ഭഗവതിയുടെ അനുഗ്രഹം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ എല്ലാ ആശ്രമ പരമ്പരയിലെയും സന്യാസിമാർ സംയുക്തമായി ചേർന്നുകൊണ്ട് ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ 21-ാം തീയതി വരെ കേരളത്തിലെ ഓരോ ജില്ലകൾ തോറും നടത്തുന്ന ധർമ്മ സന്ദേശ യാത്ര ഇന്ന് മലപ്പുറത്ത് നടക്കുകയാണ്. രാവിലെ പ്രതിനിധി സമ്മേളനം നടത്തിയുണ്ടായി. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ ആശ്രമ സമ്പ്രദായത്തിൽപ്പെട്ട മഹാചാര്യന്മാരുടെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരെ എല്ലാവർക്കുമായി സ്വാഗതം ചെയ്യുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ ധർമ്മ സന്ദേശ യാത്രയുടെ മഹാസമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് പരമപൂജനീയ ആത്മസ്വരൂപാനന്ദ സ്വാമികളാണ്. മലപ്പുറം ജില്ലയിലെ പാലയമാട് ശ്രീരാമ കൃഷ്ണ ആശ്രമത്തിന്റെ മഠാധിപതിയും ദീർഘകാലം കേരളത്തിലെ വിവിധ ആശ്രമങ്ങളിൽ ഇരുന്നു കൊണ്ട് ആധ്യാത്മിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ചെയ്യുകയും ചെയ്ത പൂജനീയ ആത്മസ്വരൂപാനന്ദ സ്വാമികളാണ് ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. സ്വാമിജിയുടെ പാദാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ. സ്വാമിജിയെ സ്വാഗതം ചെയ്യുന്നു. ഈ ധർമ്മ സന്ദേശ യാത്രയുടെ മാത്രമല്ല, കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനത്തിന് ഇന്ന് ആശയവും ആവേശവും ആചാര്യനും ആയിരിക്കുന്ന പൂജനീയ ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിലാണ് ഈ ധർമ്മ സന്ദേശ യാത്ര നടക്കുന്നത്. ഭാരതത്തിലെ സന്യാസിമാരുടെ എല്ലാം
മഹാപ്രസ്ഥാനമായിരിക്കുന്ന മാർഗദർശക മണ്ഡലത്തിന്റെ കേരള ഘടകത്തിന്റെ പരമാധ്യക്ഷനാണ് ഇപ്പോൾ പൂജനീയ ചിദാനന്ദപുരി സ്വാമി. കുളത്തൂർ അദ്വൈതാശ്രമം കേന്ദ്രമാക്കി നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കള് നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കുകയും ദാർശനികവും ആധ്യാത്മികവുമായി ധാരാളം ബ്രഹ്മചാരിമാരെയും ഭക്തന്മാരെയും പരിശീലിപ്പിച്ച് വാർത്തെടുക്കുകയും ചെയ്യുന്ന പൂജനീയ ചിദാനന്ദപുരി സ്വാമികൾ ഈ ധർമ്മസന്ദേശ യാത്രയുടെ നായകത്വം വഹിക്കുന്നു. ഇന്ന് ധർമ്മസന്ദേശ യാത്രയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആരാധ്യനായ സ്വാമിജിയാണ്. സ്വാമിജി രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംബന്ധിക്കുകയുണ്ടായി. സ്വാമിജിയുടെ പാദാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. പൂജനീയ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ വാഴൂർ തീർത്ഥപാദ ആശ്രമത്തിന്റെ മഠാധിപതിയും ഭാരതത്തിലെ വിവിധ ആശ്രമങ്ങളിൽ പരമാചാര്യനായിട്ടിരിക്കുകയും സന്യാസിമാർക്ക് എല്ലാവർക്കും ഗുരുസ്ഥാനീയനായിട്ടിരിക്കുകയും ഒട്ടേറെ ശിഷ്യഗണങ്ങൾക്കും ഭക്തഗണങ്ങൾക്കും ആധ്യാത്മിക സാധനയുടെ മാർഗങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന പരമപൂജനീയ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. സ്വാമിജിക്ക് ഈ സമ്മേളന വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം സമർപ്പിക്കുന്നു. പൂജനീയ അയ്യപ്പദാസ് സ്വാമികൾ, നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. ഹിന്ദു സമാജത്തിന്റെ വിവിധങ്ങളായ ഉത്കർഷത്തിനു വേണ്ടി നിരന്തരമായി പോരാടുകയും ഒട്ടേറെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും അയ്യപ്പ സമരം പോലുള്ളതിനും എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് നമുക്കെല്ലാം ഇന്ന് മാർഗദർശിയും വഴികാട്ടിയും ആശയവും ആവേശവുമൊക്കെ ആയിരിക്കുന്ന സ്വാമി തന്റെ വാർദ്ധക്യം മറന്നുകൊണ്ട് സനാതന ധർമ്മത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഹിന്ദു മതവിശ്വാസികളുടെ ഉന്നമനത്തിനു വേണ്ടിയും എല്ലാം മറന്ന് അക്ഷീണം പ്രയത്നിക്കുന്ന കർമ്മനിരതനായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികള് സമ്പോധ് ഫൗണ്ടേഷന്റെ പരമാചാര്യനാണ്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ശരിയായ ദിശാബോധം പകർന്നു കൊടുത്തുകൊണ്ട് കവിയും എഴുത്തുകാരനും ആയിരിക്കുന്ന സ്വാമിജി ഈ ധർമ്മസന്ദേശ യാത്രയോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ മാർഗദർശക മണ്ഡലത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയിട്ടാണ് സ്വാമിജി. എല്ലാ ഭക്തന്മാർക്കും കേരളത്തിൽ സുപരിചിതനും കൂടിയായിരിക്കുന്ന സംപൂജ്യ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികൾക്ക് നമസ്കാരങ്ങൾ. സ്വാമിജിയെ സ്വാഗതം ചെയ്യുന്നു. പൂജനീയ അശേഷാനന്ദ സ്വാമികൾ ചിന്മയ മിഷന്റെ പരമാചാര്യനാണ്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലൂടെയും ഉപനിഷത്ത് ക്ലാസുകളിലൂടെയും കേരളമൊട്ടാകെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പരക്കെ ആധ്യാത്മിക സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിജിക്ക് നമസ്കാരങ്ങൾ, സ്വാഗതം സമർപ്പിക്കുന്നു. നമ്മുടെ ഈ ധർമ്മ സന്ദേശ യാത്രയുടെ രക്ഷാധികാരിയായിട്ടിരിക്കുന്നത് ലോകാരാധ്യയായിരിക്കുന്ന മാതാ അമൃതാനന്ദമയി അമ്മയാണ്. അമ്മയുടെ അനുഗ്രഹത്തോടും തീരുമാനത്തോടും ആശീർവാദത്തോടും എല്ലാം കൂടിയിട്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്ര ഇന്ന് കേരളത്തിലൊട്ടാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അമ്മയുടെ പ്രതിനിധിയായി 2 മാതാജിമാര് ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. സംപൂജ്യ സ്വാമിനി അതുല്യാമൃത പ്രാണാജി. ഈ ധർമ്മ സന്ദേശ യാത്ര ആദ്യമായിട്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും ഒക്കെ നടത്തുവാൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും നമ്മൾക്ക് ഒരു സ്ഥാനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് മാതാജിയുടെ
ആശാവകമായിരിക്കുന്ന വാക്കുകൾ നമുക്കിവിടെ ശ്രമിക്കാമെന്ന് പറയുകയും ഇതിനുവേണ്ടി അക്ഷീണം കഠിനമായി ഭക്തന്മാരെയും വിശ്വാസികളെയും ക്ഷണിച്ചുകൊണ്ട് രാപകൽ ഭേദമില്ലാതെ അധ്വാനിച്ച അതുല്യാജി ഇവിടെ സന്നിഹിതയാണ്. പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെയാണ് അമൃതാനന്ദമയി മഠത്തിലെ വരദാമൃത പ്രണാമാതാജി മഞ്ചേരി അമൃതാനന്ദമയി മഠത്തിലെ അധ്യക്ഷയാണ്. മാതാജിക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സംപൂജ്യ പ്രഭാകരാനന്ദ സ്വാമി, ഒട്ടേറെ ഭക്ത ശിഷ്യ ഗണങ്ങൾ സ്വാമിജിക്കുണ്ട്. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ സഞ്ചരിച്ച് സനാതനധർമ്മ പ്രചരണം നടത്തുന്നതായ സ്വാമിജി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. സ്വാമിജിക്കും പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ ഈ വേദിയിൽ വിവിധ ആശ്രമ സമ്പ്രദായങ്ങളിലെ വിവിധ ആശ്രമങ്ങളിൽ മഠാധിപതിമാരായിട്ടിരിക്കുന്ന പൂജനീയ ദേവാനന്ദപുരി സ്വാമികൾ പാലക്കാട്, സ്വാമി ദേണ്ടി സാധു കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികള് വയനാട് നരനാരായണ അദ്വൈത ആശ്രമത്തിലെ സ്വാമി ഹംസാനന്ദപുരി സ്വാമികള്, സത്യാനന്ദപുരി സ്വാമികള്, ശ്രീ ശാരദ അദ്വൈത ആശ്രമം കോഴിക്കോട് തുടങ്ങി സംപൂജ്യരായ സ്വാമിമാരുടെ സാന്നിധ്യം ഈ സഭയെ ഏറ്റവും ധന്യമാക്കി തീർക്കുന്നു. ഓരോ സ്വാമിജിമാരുടെയും പേരെടുത്ത് പറയുവാനുള്ളതായ സമയം സാഹചര്യമില്ലാത്തതിനാൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സ്വാമിജിമാരുടെയും പാതാരവിന്ദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്രഹ്മകുമാരി ആശ്രമത്തിൽ നിന്നെത്തിയിരിക്കുന്ന പൂജനീയ മാതാജിയുണ്ട്. മാതാജിക്കും നമസ്കാരം. നമ്മുടെ എല്ലാം ഈ ജില്ലയിലെ ധർമ്മ സന്ദേശ യാത്രയുടെ സ്വാഗത സംഘാടക സമിതിയുടെ അധ്യക്ഷയായിരിക്കുന്നത് ഏറ്റവും ആരാധ്യയായിരിക്കുന്ന മാതൃകയായിരിക്കുന്ന ശ്രീമതി ഇന്ദിരാ കൃഷ്ണകുമാർ റിട്ടയർഡ് IPS ആണ്. വളരെ പ്രസിദ്ധയായ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായിരിക്കുന്ന കുടുംബജീവിതം നയിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകയായി അതോടൊപ്പം തന്നെ ഗുരുകാരുണ്യം നേടിക്കൊണ്ട് ഒരേ സമയം കുടുംബജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീമതി ഇന്ദിരാ കൃഷ്ണകുമാർ റിട്ടയർഡ് IPS ആണ് നമ്മുടെ അധ്യക്ഷയായിരിക്കുന്നത്. അമ്മയ്ക്ക് ഒരു പ്രത്യേകം സന്തോഷപൂർവം ഒരു കയ്യടി കൊടുക്കുക. ഇതിലേക്ക് വീണ്ടും സ്വാഗതം പ്രത്യേകം പറയാനുള്ളത് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ്. ഈ താനൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും മാതൃസമിതി അംഗങ്ങളും വിശ്വാസികളുമാണ് ഈ ധർമ്മ സന്ദേശ യാത്രയെ നെഞ്ചിലേറ്റി ഈ കുരുമ്പ ഭഗവതി യുടെ ശോഭാപ്പറമ്പ് മണ്ണിൽ കൊണ്ടുവന്ന് ഇത്രയും അധ്വാനിച്ച് വിജയപ്രദമാക്കിയത്. അവരുടെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധാരാളം കാര്യകർത്താക്കള്, പ്രസിദ്ധരായിരിക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാര്, ധർമ്മ പ്രവർത്തകര്, കാര്യകർത്താക്കള് എല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്കെല്ലാം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഭക്തജനങ്ങളെ, സമകാലിക ഹിന്ദുക്കൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ നിരവധിയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഓർത്തിരിക്കുകയില്ല. മലപ്പുറത്തിന് മലയാളത്തിന്റെ ചരിത്രത്തിൽ മഹനീയമായ ഒരു സ്ഥാനമാണ്. കേരളത്തിലെ ഒട്ടേറെ ആചാര്യന്മാര്, സന്യാസി ശ്രേഷ്ഠന്മാര്, എഴുത്തുകാര്, സാഹിത്യകാരന്മാര്, ശാസ്ത്രജ്ഞന്മാര്, പൗരാണികര് തുടങ്ങി ഒട്ടേറെ പേർക്ക് ജന്മം കൊടുത്ത നാടാണ് നമ്മുടെ ഈ മലപ്പുറം. ഈ മലബാറിന്റെ മഹത്വം ലോകത്ത് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ഭട്ടതിരിപ്പാടും പൂന്താനവും എല്ലാം ഈ മണ്ണിൽ നിന്ന് ജനിച്ചവരാണ്. മലയാള മണ്ണിന്റെ
മഹത്തായ മഹോത്സവമായിരിക്കുന്ന മാമാങ്കം ആടിത്തിമിർത്ത മണ്ണാണിവിടെ. പോരിനും വെല്ലുവിളിക്കും പ്രതികാരത്തിനും സ്നേഹത്തിനും സൽക്കാരത്തിനും എല്ലാം പ്രസിദ്ധമായിരിക്കുന്ന ഒരു നാടാണ്. മലപ്പുറത്തിന്റെ സൽക്കാരവും സ്നേഹവും ലോകത്ത് എങ്ങും ചെന്നു കഴിഞ്ഞാൽ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ഭക്തിയിലും വിശ്വാസത്തിലും സംഘടനാ പാടവത്തിലും തന്നെ മലപ്പുറംകാര് ഒട്ടും പിന്നിലല്ല എന്ന് ഈ മഹത്തായ സമ്മേളനം സുവ്യക്തമായിട്ട് നമ്മളെ കാണിക്കുക. ഈ താനൂരിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. മറ്റു സ്ഥലങ്ങളിലാണ് നമ്മൾ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തുകയും അവസാനം 90% പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും നമുക്കത് ഇങ്ങോട്ട് മാറ്റിവെക്കേണ്ടി വരും. ധർമ്മ സന്ദേശ യാത്ര എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, അത് സമൂഹവുമായി കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമ്മളെല്ലാം അതിൽ പങ്കാളികളാകേണ്ടത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് ആദരണീയരായ സന്യാസി ശ്രേഷ്ഠന്മാര് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഈ ധർമ്മ സന്ദേശ യാത്ര നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അവസാനത്തെ ആയിരിക്കുന്ന ഒരു പ്രയത്നമാണ്. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ ചെയ്യുന്നതായ വലിയ ത്യാഗോജ്ജലമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ സന്യാസിമാർ കഴിഞ്ഞ 2 വർഷമായിട്ട് ആലോചിച്ച് നിശ്ചയിച്ച് ചിന്തിച്ച് ആവിഷ്കരിച്ചിരിക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. നമ്മുടെ കുട്ടികളുടെ, യുവാക്കളുടെ, അമ്മമാരുടെ, കുടുംബിനികളുടെ ഒക്കെ ഇടയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മദ്യപാനം, ലഹരി ഉപയോഗങ്ങള്, ചൂതാട്ടങ്ങള്, കുടുംബ ശൈഥില്യങ്ങള്, അതുപോലെ തന്നെ ധർമ്മച്യുതികള്, വിദ്യാഭ്യാസവും സാംസ്കാരികവുമായിരിക്കുന്ന അധപ്പതനങ്ങള്, ഹിന്ദുക്കൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾക്ക് ശാശ്വതമായിരിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തുകയും അവരെയെല്ലാം നേരായ മാർഗത്തിലേക്ക് ഹിന്ദുധർമ്മത്തെ നയിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്ര ഇവിടെ സമ്മേളനമായി കൂടിയിരിക്കുന്നത്. രാവിലെ നല്ലൊരു പ്രതിനിധി സമ്മേളനം നടത്തിയുണ്ടായി. 500 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് നമ്മൾ ആലോചിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു. സന്തോഷത്തോടുകൂടി പറയട്ടെ, കൈകൊട്ടി നിങ്ങൾ ആഘോഷിക്കുക. 1300-ലധികം പ്രതിനിധികള് വിവിധ സംഘടനകളിൽ നിന്ന് ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. എല്ലാവരുടെയും മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഈ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരിയോ ഹരി. നന്ദി സ്വാമിജി. അധ്യക്ഷ ഭാഷണത്തിനായി സംപൂജ്യ ആത്മസ്വരൂപാനന്ദ സ്വാമികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വേദിയിലിരിക്കുന്ന സമാരാധ്യരായ സന്യാസിവര്യന്മാർക്കും മുൻപിലിരിക്കുന്ന ശ്രോതാക്കൾക്കും ഒക്കെ എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് ധർമ്മം. വേദങ്ങളിൽ ഋതം എന്ന ഒരു വാക്കുകൊണ്ടാണ് അതിനെ നിർവഹിച്ചിരിക്കുന്നത്. ഋതം എന്നാൽ ഏകദേശം ഇംഗ്ലീഷിലും ആ അർത്ഥമാണ് തന്നെയാണ് താളം, പ്രപഞ്ചത്തിൻ്റെ താളം. എല്ലാ ജീവജാലങ്ങളും ആ താളമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യന് കുറച്ച് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് താളത്തെ പലപ്പോഴും അവതാളത്തിലാക്കുന്നു. അതിൻ്റേതായിട്ടുള്ള ദുരന്തഫലം മനുഷ്യൻ മാത്രമല്ല സകല ജീവജാലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. എപ്പോഴൊക്കെ ആ ധർമ്മത്തിന് ച്യുതി വരുന്നുവോ, ധർമ്മം അവതാളത്തിലാവുന്നുവോ, ആ സന്ദർഭങ്ങളിലൊക്കെ എല്ലാം സർവേശ്വരനും അതുപോലെ ഈശ്വരകോടികളായ ജീവന്മാരിങ്ങോട്ട് ആവിർഭവിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. ഈ അടുത്ത കാലത്ത് അങ്ങേയറ്റം ധർമ്മച്യുതി വന്നൊരു കാലത്താണ് ശ്രീരാമകൃഷ്ണ വിവേകാനന്ദന്മാർ ഇവിടെ ആവിർഭവിച്ച് ലോകം മുഴുവൻ
ആ സനാതനധർമ്മത്തിൻ്റെ വളരെ ശരിയായിട്ടുള്ള അതിന് വന്നു ചേർന്നിട്ടുള്ള ആ മൂടുപടങ്ങളെയൊക്കെ മാറ്റി യഥാർത്ഥ സനാതന ധർമ്മം എന്താണെന്ന് ജീവിതത്തിലൂടെയും ഉപദേശങ്ങളിലൂടെയും ആഹ്വാനങ്ങളിലൂടെയും കാട്ടിത്തന്നു. നമ്മുടെ കർമ്മഫലം കൊണ്ടോ എന്തോ നമ്മളത് വേണ്ടത്ര ആളുകൾ അനുസരിച്ചു എന്ന് പറയാൻ വയ്യ, പക്ഷെ അനുസരിച്ചു. അതുകൊണ്ടാണ് ഇന്നും നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും. അതുപോലെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മഹാപുരുഷന്മാർ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ശുഭാനന്ദ സ്വാമികൾ, ഇവരെല്ലാം നമുക്ക് സനാതനധർമ്മത്തെ ഉപദേശങ്ങളിലൂടെയും അവരുടെ കൃതികളിലൂടെയും നമുക്ക് കാട്ടിത്തന്നു. അത് നമ്മൾ വേണ്ടത്ര ഉൾക്കൊള്ളാത്തതാണ് നമ്മുടെ ദുഃഖത്തിനൊരു പരിധിവരെ കാരണം. ആ ധർമ്മം എന്താണെന്ന് പഠിക്കുകയും ആ ജീവിതത്തിലാവുന്നത്ര അനുഷ്ഠിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർ. ഈ ധർമ്മത്തെ ഒന്നുകൂടി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായി ധർമ്മ സന്ദേശയാത്ര എന്നൊരു പ്രസ്ഥാനം തുടങ്ങി. അത് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച കുദ്രോളിയിലെ കർണാടകത്തിലെ ഗോവർണകേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഭദ്രദീപം കൊളുത്തി കാസർഗോഡ് വലിയ അതിന് സ്വീകരണം കൊടുത്തു. അങ്ങനെ ഓരോ ജില്ലകളായിട്ട് ഈ സന്യാസി ശ്രേഷ്ഠന്മാർ തിരുവനന്തപുരം വരെ പോവുകയാണ്. ഓരോ ജില്ലകളിലും ഓരോ ദിവസത്തെ പരിപാടിയാണ്. ആളുകളെ സ്വധർമ്മ നിരതരാക്കുക എന്നതാണ് ദൗത്യം. അതിന് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമികൾ ആളുകളിലേക്ക് അത് വേണ്ട വിധത്തിൽ എത്തിക്കുന്നു. ഇന്ന് രാവിലത്തെ ആഹ്വാനം തന്നെ വളരെ വളരെ വിശിഷ്ടമാണ്, കേട്ടവർക്കറിയാം. അതുപോലെ മറ്റ് സ്വാമിമാരും. അതുകൊണ്ട് ഞാനധികം ഇവിടെ സംസാരിക്കുന്നില്ല, അധ്യക്ഷസ്ഥാനം മാത്രമാണ്. ഇത് ഇവിടുന്ന് സ്വാമിജിമാർ പറയുന്നത് ശ്രവിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ, അതിനെക്കുറിച്ച് നല്ലപോലെ ധ്യാനിക്കുക, അവസാനത് സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ സംസ്കാരവും രാഷ്ട്രവും വീണ്ടും ആ പുരാതന മഹത്വത്തിലേക്ക് ചെല്ലുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഗുരുപരമ്പരയും ഇവിടുത്തെ കുരുമ്പ ഭഗവതി അമ്മയും വിശേഷമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി സ്വാമിജി. ആമുഖ പ്രഭാഷണത്തിനായി സംപൂജ്യ രാമനാഥാനന്ദ ചൈതന്യ സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സദ്ഗുരുഭ്യോ നമഃ. സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ളവരെ, സംപൂജ്യ സന്യാസിവരന്മാരുടെ പാദപത്മങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരത്തോടുകൂടി പ്രണാമം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷി പരമ്പരയുടെ പാദപത്മങ്ങളിലും വിശേഷ്യ എൻ്റെ ഗുരുനാഥൻ പൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളുടെ പാദപത്മങ്ങളിലും ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ശക്തിസ്വരൂപിണിയായ ജഗദംബയുടെ പദകമലങ്ങളിലും
സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമ പദവി ആർജിച്ച ആഞ്ജനേയ മഹാപ്രഭുവിന്റെ പാദപത്മങ്ങളിലും ശ്രീ കുറുമ്പ ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഒത്തുചേർന്നിരിക്കുന്ന അമ്മയുടെ സങ്കല്പം കൊണ്ട് ധന്യമായ നിങ്ങളുടെ മനസ്ഥിതികളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളായി സർവാത്മ സമർപ്പിച്ചുകൊള്ളട്ടെ. യഥോധർമ്മസ്ഥതോജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നുള്ള ശ്രേഷ്ഠമായ ഈ കാലഘട്ടത്തിന് പ്രസക്തിയേകുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധർമ്മസന്ദേശയാത്ര ഇന്ന് മലപ്പുറത്തിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാണ്ട് 90 ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഈ ഇരിക്കുന്ന ഓരോ ആളുകളും, ഓരോ ഹൈന്ദവ സനാതന ധർമ്മ വിശ്വാസികളും ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും തന്നെ അറിയാം. കഴിഞ്ഞ രാമായണ മാസത്തിൽ, കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന രാമായണ മാസത്തിൽ ഓരോ ദിവസവും ഓരോ വീടുകളിലും ഈ ധർമ്മസന്ദേശത്തിന്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ചിങ്ങമാസത്തിലെ തിരുവോണ ദിനത്തിൽ വാമനമൂർത്തിയുടെ അവതാര ദിനത്തിലും വിഘ്നേശ്വരായ വിനായകമൂർത്തിയുടെ വിനായക ചതുർത്ഥി ദിനത്തിലും അതിനെ തുടർന്ന് ശക്തിസ്വരൂപിണിയായ ദുർഗാഭഗവതിയുടെ ജഗദീശ്വരിയുടെ നവരാത്രി ദിനങ്ങളിലുമൊക്കെയൊക്കെ മലപ്പുറം ചർച്ച ചെയ്തത്, മലപ്പുറത്തിന്റെ സനാതനധർമ്മ വിശ്വാസികൾ ചർച്ച ചെയ്തത് ഈ ഒരു ദിനത്തിന് വേണ്ടിയായിരുന്നു. അതെ, ആ ദിനം സ്വാഗതമായിരിക്കുന്നു. ആ ദിനം ഇവിടെ എത്തിയിരിക്കുന്നു. ധർമ്മസന്ദേശയാത്ര നമ്മളെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ധർമ്മസന്ദേശയാത്രയ്ക്ക് ആമുഖം പറയുക എന്നത് വലിയൊരു ദൗത്യമാണ്. വലിയൊരു ആമുഖം നടത്തേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ധർമ്മമാകുന്ന സന്ദേശത്തെ ഒരു യാത്രയിലൂടെ, ധർമ്മസന്ദേശത്തെ ഈ ഒരു യാത്രയിലൂടെ, ധർമ്മസന്ദേശ യാത്രയിലൂടെ കേരളത്തിലെ മുഴുവൻ സന്യാസിവര്യന്മാരുടെയും നേതൃത്വത്തിൽ കേരളത്തിന്റെ 14 ജില്ലകളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും ഓരോ വ്യക്തികളുടെ മനസ്സുകളിലേക്കും ആ രഥത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കിടാവിളക്ക് മനസ്സുകളിലേക്ക്, ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര നടക്കുന്നത്. എത്രയോ കാലങ്ങളായി, നേരത്തെ ഇവിടെ ധർമാനന്ദ സ്വാമികൾ സൂചിപ്പിച്ചതുപോലെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ സന്യാസിവരന്മാർ കൂടിയാലോചിച്ചു തുടങ്ങി. എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്? പുതിയതായി ഉയർന്നു വരുന്ന നന്മയുടെ പ്രതീകങ്ങളാകേണ്ടുന്ന നമ്മുടെ തലമുറ അധാർമികമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കാണേണ്ടി വരുന്നു. അച്ഛനും അമ്മയും മകളും സഹോദരനും സഹോദരിയും അടങ്ങുന്ന കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഭാര്യയും ഭർത്താവും ശിവപാർവതിമാരെ പോലെ അർദ്ധനാരീശ്വരന്മായി ജീവിക്കേണ്ട കുടുംബങ്ങളിൽ ഡിവോഴ്സുകൾ വർദ്ധിക്കുന്നു. രാമായണത്തിൽ പറഞ്ഞതുപോലെ ധർമ്മസങ്കല്പം ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്ന ജീവിത സന്ദേശമാകുന്ന ധർമ്മസന്ദേശം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. മാതൃകാ കുടുംബങ്ങളായിട്ടുള്ള ശിവകുടുംബവും രാമകുടുംബവും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതാകുന്നു. പുതിയ തലമുറ നാമജപ സംസ്കാരമോ ഈശ്വര സംസ്കാരമോ ഗുരുത്വ സംസ്കാരമോ ക്ഷേത്ര സംസ്കാരമോ ഇല്ലാതെ അധപ്പതിച്ചു പോകുന്നു. ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്ന്, സാമൂഹ്യ ജീവിതത്തിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്നു. ഇതിന്റെ കാരണമെന്ത് എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ഗവേഷണം നടത്തുകയും കൂടിയാലോചന നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തപ്പോൾ സമൂഹത്തിൽ ധർമ്മച്യുതിക്ക് ധർമ്മച്യുതി സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടലുണ്ടായി. അത്തരത്തിൽ ധർമ്മച്യുതി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ധർമ്മമൂല്യങ്ങളെ ഉയർത്തിയെടുക്കുന്നതിന്, ഉണർത്തിക്കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും പൂജനീയ സന്യാസിവരന്മാർ ഇത്തരത്തിൽ കേരളത്തിലുടനീളം യാത്ര നടത്തുവാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി പൂർണിമാ ദിനത്തിൽ, പൗർണമി ദിവസം, വാൽമീകി ജയന്തി ദിനത്തിൽ ഈ ധർമ്മസന്ദേശ യാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്ന് സമാരംഭം കുറിച്ചു. നമുക്ക് ഏവർക്കും അറിയാം. 21-ാം തീയതി ദീപാവലി ദിവസം കൃത്യം 14 ദിവസം കൊണ്ട് 14 ജില്ലകൾ പൂർത്തീകരിക്കുകയാണ്. ഈ 14 ദിവസത്തെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി, അഥവാ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വനവാസം നടത്തിയ 14 വർഷങ്ങളായിട്ട് സങ്കല്പിച്ചാൽ 14 വർഷത്തിന്റെ പര്യവസാനം ശ്രീരാമ പട്ടാഭിഷേകമാണ്. അധാർമികമായിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട്
ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു എപ്രകാരത്തിലാണോ 14 വർഷം കൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചത്, അതേ പ്രകാരം തന്നെ ഈ 14 ദിവസം കൊണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള 14 ജില്ലകളിലും 14 ദിവസം കൊണ്ട് ധർമ്മത്തിന്റെ മാറ്റൊലി ഉയർത്തുന്നതിനും അതേ തുടർന്ന് ശ്രീരാമചന്ദ്ര പട്ടാഭിഷേകം ഈ നാട്ടിലെ ഹൈന്ദവ സനാതന മനസ്സുകളിലേക്ക് ശ്രീരാമ പട്ടാഭിഷേകം നടത്തുന്നതിനുമുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ധർമ്മ സന്ദേശയാത്രയെ നമ്മൾ കാണേണ്ടത്. ഈ ധർമ്മ സന്ദേശയാത്രയിൽ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നിന്റെ കേരളം എങ്ങനെയാണോ എത്തിച്ചേർന്നിട്ടുള്ളത്, അവിടെ നിന്നും എങ്ങനെയാണോ ധാർമ്മിക മൂല്യമുള്ള കേരളമായിട്ട് മാറ്റേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിൽ കേരള തനിമയിലേക്ക് എന്നൊരു ആപ്തവാക്യം വെച്ചിട്ടുള്ളത്. കേരള തനിമയിലേക്ക് എന്നതുകൊണ്ട് കേരളത്തിന്റെ തനതായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പൂജനീയ ധർമാനന്ദസ്വാമികൾ സൂചിപ്പിച്ചു മലപ്പുറം ജില്ലയിലെ ആചാര്യന്മാരെ കുറിച്ച്. തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛനാകട്ടെ, അതുപോലെ എത്രയോ ആചാര്യന്മാർ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തിന്റെ അങ്ങേയറ്റ മലയോരം മുതൽ ഇങ്ങേയറ്റത്തെ തീരദേശം വരെയുള്ള ഈ ബൃഹത്തായിട്ടുള്ള ഭൂമിക ധർമ്മത്തിന്റെ ഭൂമികയാണ്. ഈ ധർമ്മ സന്ദേശയാത്ര കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് ഈ ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ 11 കഴിഞ്ഞു എന്നല്ല, മറിച്ച് മലപ്പുറത്തിന്റെ മണ്ണിൽ ഒക്ടോബർ 11 ധർമ്മ സന്ദേശയാത്ര ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നാളെ മുതൽ ഒക്ടോബർ 12 മുതൽ നാം തീരുമാനിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പ്രവർത്തിപ്പിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഒക്കെ ധർമ്മത്തെക്കുറിച്ചാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ധർമ്മച്യുതി സംഭവിച്ചിട്ടുണ്ടോ? ഓരോ വ്യക്തികളും ആലോചിക്കേണ്ടത് എനിക്ക് ധർമ്മച്യുതി സംഭവിച്ചിട്ടുണ്ടോ? എന്റെ വ്യക്തി എന്ന ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ സാമൂഹ്യ ജീവിതത്തിൽ, എന്റെ സർവ്വ മണ്ഡലങ്ങളിലും സർവ്വ മേഖലകളിലും ഞാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ, അഥവാ എന്റെ കൂടെയുള്ളവർ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്വയമേവ തിരുത്തിക്കൊണ്ട്, എന്താണോ നമ്മളിൽ സംഭവിച്ചിട്ടുള്ള അപജയം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മേലിലുണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള അടിത്തറയാകണം ഈ ഒരു ദിവസം. എത്രയോ നമുക്കൊരു പക്ഷേ അധർമ്മങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം, പ്രവർത്തിച്ചിട്ടുണ്ടാകാം. നാമജപ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടാകാം. പലപ്പോഴും പല സ്ഥലത്തും നാമം ജപിക്കുന്ന ആളുകളെ ചോദിക്കുന്ന സമയത്ത് പല സ്ഥലത്തും അമ്മമാരൊക്കെ കൈവക്കും നാമം ജപിക്കാറുണ്ടെന്ന് പറയും. പിന്നീട് ഞാൻ ചോദിക്കും, മക്കൾ നാമം ജപിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കൈവക്കാൻ പറയുന്ന സമയത്ത് ആളുകൾ കുറവായിരിക്കും. പേരക്കുട്ടികൾ നാമം ജപിക്കാൻ പറയുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല. വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് നാമജപ സംസ്കാരം പോലും ഇല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ സ്വയമേവ മനസ്സിലാക്കിക്കൊണ്ട് പൂജനീയ സന്യാസിവരന്മാരുടെ മാർഗനിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഈ ധർമ്മസന്ദേശയാത്ര ഇന്നത്തെ ദിവസം ഇവിടെ നിന്നും സമാപിച്ചതിന് ശേഷം നാളെ 12-ാം തീയതി പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് എന്റെ വീട്ടിൽ ഞാനെന്ന വ്യക്തി, ഞാനെന്ന പിതാവ്, ഞാനെന്ന മാതാവ്, ഞാനെന്ന മകൻ, ഞാനെന്ന മകൾ, ഞാനെന്ന സഹോദരൻ, ഞാനെന്ന പുത്രൻ, ഞാനെന്ന പുത്രി എന്ന് വേണ്ട, നമ്മൾ ഓരോരുത്തരും ഏതേത് വേഷങ്ങളാണോ ഏതേത് ധർമ്മമാണോ തന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് അതാത് വേഷങ്ങളിൽ അഥവാ അതാത് ധർമ്മങ്ങളിൽ നിഷ്ഠയോടുകൂടിയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തിക്കൊണ്ട് ധർമ്മത്തിനനുസൃതമായിട്ട് ജീവിക്കാൻ, ധർമ്മബോധമുള്ള ആളുകളായിട്ട് ജീവിക്കാൻ, പൂജനീയ ഗുരുനാഥൻ പറഞ്ഞതുപോലെ ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയാണ് ഗുരുത്വം എന്ന വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മബോധമുള്ള ആളുകളായിട്ട്, ധർമ്മചിന്തയിൽ ജീവിക്കുന്ന ആളുകളായിട്ട്, ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിട്ട് മാറുവാനുള്ള ഒരു അടിത്തറ സൃഷ്ടിക്കാനാണ് ഈ ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്നിന്റെ മലപ്പുറമാകട്ടെ, ഇന്നിന്റെ കേരളമാകട്ടെ, ഇന്നിന്റെ ഹൈന്ദവ സംസ്കൃതിയാവട്ടെ, ധർമ്മ സംസ്കൃതിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിലൊക്കെ വന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു പക്ഷേ പല വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ വിഷമങ്ങൾക്കെല്ലാമുള്ള പരിഹാരം എന്നത് ധർമ്മ സംസ്കൃതിയെ ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ രാവിലെ പ്രതിനിധി സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ വിവിധങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മളെല്ലാ മേഖലകളിലും നിർദ്ദേശം കൊടുത്തിരുന്നു. എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ധർമ്മ സംസ്കൃതിയെ ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണ് എന്ന് എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നൽകണമെന്ന് പറയുകയുണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതിൻ പ്രകാരം പല ക്ഷേത്രങ്ങളിൽ നിന്നും, പല സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നും, പല പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ
വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ നാട്ടിൽ ധാർമ്മിക സംസ്കൃതിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമാജത്തിൽ, എൻ്റെ സമൂഹത്തിൽ ധാർമ്മിക മൂല്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കും തുടങ്ങി ഒട്ടനവധി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ധർമ്മസന്ദേശയാത്ര ഇന്ന് അവസാനിക്കുന്നതല്ല, ഇന്ന് ആരംഭിക്കുന്നതാണ്. നാളെ മുതൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ കൂടി 1300ഓളം പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാളെയുടെ മലപ്പുറത്തിനെ തീരുമാനിക്കുന്നത്, നാളെയുടെ മലപ്പുറത്തിന്റെ ധർമ്മ സംസ്കൃതിയെ തീരുമാനിക്കുന്നത്, നാളെയുടെ മലപ്പുറത്തിന്റെ ഹൈന്ദവ ചേതനയെ തീരുമാനിക്കുന്നത് ഇന്നിന്റെ യോഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, രാവിലെ പ്രതിനിധി സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ധർമ്മസന്ദേശ യാത്രയ്ക്ക് മുമ്പുള്ള മലപ്പുറവും ധർമ്മസന്ദേശ യാത്രയ്ക്ക് ശേഷമുള്ള മലപ്പുറവും എന്ന രീതിയിൽ മലപ്പുറത്തിന്റെ ഹൈന്ദവ ചേതനയെ, സനാതന ധർമ്മ സംസ്കൃതിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അടിത്തറവാകുന്ന പദ്ധതിയാണ് ഇന്നത്തെ ദിവസമെന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചാൽ മാത്രമാണ് ഈ ധർമ്മസന്ദേശയാത്ര അതിന്റെ ഉദ്ദേശ ശുദ്ധിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിൽ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. എപ്രകാരമാണോ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്റെ ധർമ്മ സംസ്കൃതിയെ സമാജത്തിലേക്ക് പ്രചരിപ്പിച്ചത്, എപ്രകാരമാണോ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് പ്രയത്നിച്ചത്, അതേപോലെ അതേ പ്രകാരം ആ സങ്കല്പത്തിൽ ഒരുമിച്ച് ഒരു മനസ്സായിട്ട് ഒരേ ശരീരമായിട്ട് ഒരേ ചിന്തയായിട്ട് ലോകം ഒരു കുടുംബം എന്ന മഹത്തരമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മളൊക്കെ ഒരു അമ്മയുടെ കുഞ്ഞുങ്ങളാണെന്ന ബോധ്യത്തോടുകൂടി ആനന്ദത്തോടുകൂടി സനാതന ധർമ്മ സംസ്കൃതിയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായിട്ട് വരുന്ന തലമുറയിലേക്ക് കിടാവിളക്ക് പകർത്തിക്കൊടുക്കുവാൻ, ധർമ്മത്തിന്റെ കിടാവിളക്ക് പകർത്തിക്കൊടുക്കുവാനുള്ള ആളുകളായിട്ട് വരുന്ന തലമുറയിലേക്ക് ധർമ്മ സംസ്കൃതിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന തലമുറയെ സൃഷ്ടിക്കുന്ന ആളുകളായിട്ട് മാറുവാനുള്ള അടിത്തറ സൃഷ്ടിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാകട്ടെ ധർമ്മസന്ദേശയാത്ര എന്ന് മാത്രമാണ് ഈ ആമുഖ ഭാഷണത്തിൽ ധർമ്മസന്ദേശയാത്രയെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ പറയുന്നത് കേൾക്കാത്ത മക്കളും, മക്കൾ പറയുന്ന കേൾക്കാത്ത തലമുറയും സംസ്കാരവും ഒക്കെ ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നു. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പഠനമില്ലാത്തത് കൊണ്ട് കുടുംബങ്ങളിൽ ധർമ്മ സംസ്കൃതിയെ തിരിച്ചറിയാതെ പോകുന്നു. പഞ്ചമഹായജ്ഞം ആചരിക്കാത്തത് കൊണ്ട്, പഞ്ചമഹായജ്ഞം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് കുടുംബങ്ങൾ കുഞ്ഞുങ്ങളുടെ അഥവാ കുടുംബിനികളുടെ, അമ്മമാരുടെ, അച്ഛന്മാരുടെയൊക്കെ ജീവിതം ദുഃഖത്തിലാണ്ടു പോകുന്നു. പഞ്ചമഹായജ്ഞം കേവലം പഞ്ചമഹായജ്ഞമെങ്കിലും നമ്മൾ ഓരോ കുടുംബത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയാൽ ഈ ഇരിക്കുന്ന ഈ ബഹുസാഗരമായിട്ട് ജനങ്ങളെല്ലാവരും തന്നെ, ഈ ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ ഇന്ന് ശപഥമെടുക്കുകയാണെങ്കിൽ എന്റെ കുടുംബത്തിൽ കേവലം നാമജപ സംസ്കാരവും പഞ്ചമഹായജ്ഞവും അടിസ്ഥാനപരമായിട്ട് ഞാൻ നിർവഹിക്കുമെന്നൊരു ശപഥമെടുത്താൽ ഞാൻ എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ നാമജപ സംസ്കാരം ആചരിക്കും എന്നും, പഞ്ചമഹായജ്ഞം ഞാൻ ആചരിക്കുമെന്നും, എന്റെ കുടുംബത്തിൽ പഞ്ചമഹായജ്ഞത്തിന്റെ സംസ്കൃതിയെ പറഞ്ഞു കൊടുക്കുമെന്നും, പഞ്ചമഹായജ്ഞത്തിലൂടെ എന്റെ കുടുംബത്തെ വളർത്തുമെന്നും ഒരു ശപഥം നമുക്ക് എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലുടനീളം നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അധാർമികമായിട്ടുള്ള വാർത്തകൾ, അച്ഛൻ അമ്മയെ കൊല്ലുന്നത്, മകൻ അച്ഛനെ കൊല്ലുന്നത് തുടങ്ങി എത്രയോ എല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, എത്രയോ അധാർമികമായിട്ടുള്ള, നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കേൾക്കുമ്പോൾ വിഷമം തോന്നുന്ന ഒട്ടനവധി വാർത്തകൾ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെല്ലാം ഒരു മറുപടി വേണമെങ്കിൽ, ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ കേവലം അടിസ്ഥാനപരമായിട്ട് നാമജപ സംസ്കാരത്തിലൂടെ, പഞ്ചമഹായജ്ഞത്തിലൂടെ, ധാർമ്മിക മാർഗത്തിലൂടെ, പൂർവ്വസൂരികളായിട്ടുള്ള ആചാര്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിലൂടെ, ആചാര അനുഷ്ഠാനങ്ങളിലൂടെ, നാമജപ സംസ്കാരത്തിലൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കുടുംബ ഐക്യം ഉറപ്പിച്ചുകൊണ്ട് ധാർമ്മിക ബോധ്യമുള്ള തലമുറയായിട്ട്, ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിട്ട്, ധർമ്മ സംസ്കൃതിയുള്ള മക്കളെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ധാർമ്മിക അടിത്തറയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മപ്പെടുത്തലും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും ആ പദ്ധതികളെ വരും കാലങ്ങളിൽ പ്രാവർത്തികമാക്കലും
അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ധർമ്മസന്ദേശയാത്ര എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ, ഇന്ന് ധർമ്മസന്ദേശയാത്രയുടെ സമാപന സഭയല്ല, ആരംഭ സഭയാണ്. ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങൾ തീരുമാനിക്കണം, നാളെ മലപ്പുറത്തിന്റെ പുതിയ തലമുറ ധർമ്മസംസ്കൃതിയിൽ അടിയുറച്ചു നിൽക്കുന്ന സംസ്കൃതിയുള്ള ധർമ്മബോധമുള്ള യുവാക്കളായിട്ട്, യുവതികളായിട്ട്, അച്ഛന്മാരായിട്ട്, അമ്മമാരായിട്ടൊക്കെ മാറ്റിയെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള അടിത്തറയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് കൂടി തന്റേടത്തോടുകൂടി വേണം ഇവിടെ നിന്ന് മടങ്ങുവാനെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ആമുഖ ഭാഷണത്തിൽ എല്ലാവരെയും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരും നാടുകളിലേക്ക് പുതിയ തലമുറയെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യതയിൽ ഭഗവാന്റെ അനുഗ്രഹം, കുടുംബ ഭഗവതിയുടെ അനുഗ്രഹം, സർവേശ്വരന്റെ അനുഗ്രഹം, ഈ ഋഷിവര്യന്മാരുടെ അനുഗ്രഹം, പൂജ്യനെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ജയ് സീതാറാം. നന്ദി സ്വാമിജി. അനുഗ്രഹ ഭാഷണത്തിനായി സംപൂജ്യ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ മഹാരാജ് സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. സജ്ജനങ്ങളെ, സന്യാസി ശ്രേഷ്ഠന്മാരെ, നമ്മളുടെ ജീവിതം ഏത് വിധമായിരിക്കണം? ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. പരമപുരുഷാർത്ഥമായ മോക്ഷത്തിൻ്റെ മുന്നോടിയായി ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും, ഈ നാലാണ് എല്ലാ ജീവന്മാരും ആഗ്രഹിക്കുന്നത്. സുഖത്തിൻ്റെ അസാധാരണ സാധനമാണ് ധർമ്മം. സുഖം ആരാണ് ആഗ്രഹിക്കാത്തത്? ദുഃഖം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ആ സുഖം എവിടെ നിന്ന് കിട്ടും? ധർമ്മത്തിലൂടെ. ധർമ്മമാത്ര അസാധാരണ കാരണം സുഖം. സുഖത്തിൻ്റെ നിർവചനം തന്നെ ശാസ്ത്രങ്ങളിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥമാകട്ടെ ധാർമ്മികമായി സമ്പാദിച്ച അർത്ഥമേ നമുക്ക് സുഖകരമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ജയിൽവാസത്തിനോ മരണത്തിനോ വരെ കാരണമായി തീരാം. ആഗ്രഹങ്ങളാകട്ടെ, കാമമെന്ന് പറയുന്ന ആഗ്രഹമാണ്. അത് ധാർമ്മികമായ ആഗ്രഹമേ നമുക്ക് സുഖപര്യവസായിയാവുകയുള്ളൂ. മോക്ഷമെന്ന് പറയുമ്പോൾ മോചനമാണ്. എന്തിൽ നിന്നുള്ള മോചനം? ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അതുപോലെ പരമമായ ആനന്ദപ്രാപ്തി. മോക്ഷ നിർവചനം കൊടുത്തിരിക്കുന്നത് നിഖില ദുഃഖ നിവൃത്തിയും നിരതിശയ ആനന്ദപ്രാപ്തിയുമാണ്. ദുഃഖം ആർക്കും അല്പം പോലും വേണ്ട. ആനന്ദമാണെങ്കിലോ എത്ര കിട്ടിയാലും മതിയാവുകയുമില്ല. അങ്ങനെയുള്ള ആ നിരതിശയ ആനന്ദപ്രാപ്തിയും നിഖില ദുഃഖ നിവൃത്തിയുമായിരുന്ന മോക്ഷ പദത്തിലേക്ക് ഉയരുവാൻ ഈ ധർമ്മ അനുഷ്ഠാനം നമ്മളെ സമർത്ഥരാക്കും. അതിന് ജഗദീശ്വരൻ്റെയും അതുപോലെ സദ്ഗുരുക്കന്മാരുടെയും ധർമ്മത്തിൻ്റെയും എല്ലാം പിന്തുണ, സമർപ്പണം ആവശ്യമാണ്. സജ്ജനങ്ങളെ, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ ആരെയും ദ്വേഷിക്കുകയോ ദ്രോഹിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരിൽ നിന്ന് അത് തന്നെ തിരിച്ചു കിട്ടും. ഒരു പന്ത് ഭിത്തിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരുന്നത് പോലെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് എന്താണോ സമർപ്പിക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ സർവ വിജയത്തിന് കാരണമായിട്ടുള്ള ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന പരമപുരുഷാർത്ഥ സാധ്യത്തിന് വേണ്ടി, അതിനെ സിദ്ധിക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയമായും പ്രവർത്തിക്കണം. അത് ആണ് നമ്മളുടെ ജീവിത വിജയത്തിന് കാരണമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ധാർമ്മിക മൂല്യങ്ങളെ കൈക്കൊണ്ടുകൊണ്ട്, ആ ധാർമ്മിക മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അവരെ കൊണ്ട് അനുഷ്ഠിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഗൃഹസ്ഥ ജീവിതം ധന്യധന്യമാക്കുവാൻ ജഗദീശ്വരൻ്റെ കുടുംബ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹരി ഓം. നന്ദി സ്വാമിജി. അനുഗ്രഹ ഭാഷണത്തിനായി
ലോകാരാധ്യയായ മാതാ അമൃതാനന്ദമയി അമ്മയുടെ പ്രിയ ശിഷ്യ സ്വാമിനി അതുല്യാമൃത പ്രാണ മാതാജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എൻ്റെ ജീവിത സർവസ്വമായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പാതാരവിന്ദങ്ങളെ പ്രണമിച്ചുകൊണ്ടും വേദിയിലിരിക്കുന്ന സർവശ്രേഷ്ഠരായ സന്യാസി വര്യന്മാരെ പ്രണമിച്ചുകൊണ്ടും സദസ്സിലിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര നമസ്കാരം. ധർമ്മ സന്ദേശ യാത്രയുടെ പ്രാർത്ഥനയായിട്ട് മന്ത്രമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഹരേ രാമ ഹരേ കൃഷ്ണ. ഇതെന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരുപാട് മന്ത്രങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ട് ഈ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ഈ മന്ത്രം തന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തന്നെ അതിൻ്റെ ഉത്തരം എൻ്റെ മനസ്സിൽ ഉദിച്ചത് ഇങ്ങനെയാണ്. ശ്രീരാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മ സംരക്ഷകനാണ്. ഭഗവാൻ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും പാത പിന്തുടരുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ. അതുകൊണ്ട് തന്നെ ഈ ധർമ്മത്തെ സംരക്ഷിക്കും. ഈ ധർമ്മം ഇവിടെ ഇരിക്കുന്ന ശ്രേഷ്ഠരായ സന്യാസിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സങ്കല്പം കൊണ്ടും ഈ ധർമ്മത്തിന്റെ സ്പന്ദനം ആകാശത്തെ ഭേദിച്ചുകൊണ്ട് പർവ്വതങ്ങളെ തുളച്ചുകൊണ്ട് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് കടലിനെ ഇളക്കി മറിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളിലെ ഹൃദയത്തെ ഭേദിച്ചുകൊണ്ട് ഒരു മഹാപരിവർത്തനം നടക്കും എന്നുള്ളത് നിശ്ചയപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും ഈ ധർമ്മത്തിന്റെ സന്ദേശവാഹകരാണ്, ആയി തീരണം എന്നുള്ളത് തന്നെയാണ് ഈ ധർമ്മ സന്ദേശത്തിന്റെ മുഖ്യ ലക്ഷ്യവും. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചത് നേതൃസമ്മേളനത്തിൽ ശരണം വിളിയോടുകൂടിയിട്ടാണ് ദീപപ്രോജ്വലനം നടത്തിയത്. അവിടെയും ധർമ്മശാസ്താവ്, ധർമ്മത്തിനെ പരിരക്ഷിക്കുന്ന കലിയുഗവരദനായ ഭഗവാന്റെ നാമമന്ത്രങ്ങളാൽ മുഖരിതമായിട്ടാണ് നമ്മൾ അവിടെ ഒത്തുകൂടിയത്. കലിയുഗവരദനായ ഭഗവാൻ ധർമ്മത്തെ സംരക്ഷിക്കുന്നു. നമുക്കറിയാം, ഈ കലികാലം മഹിഷികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മഹിഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പോത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലും, അല്ലേ? സാധാരണ പോത്തിനെ പറയുന്നത് വിവരമില്ലായ്മ അല്ലെങ്കിൽ വിവേകമില്ലായ്മയുടെ തലയായിട്ടാണ്, പ്രതീകമായിട്ടാണ് പറയുന്നത്. വിവേകമില്ലാത്തവരുടെ ആളുകളുടെ എണ്ണം കൂടുകയാണ് ഇന്നിവിടെ. ആ തലയറക്കണം. ദേവാങ്കണത്തിൽ വെച്ച് ഭഗവാൻ ചെയ്തത് മഹിഷി മർദ്ദനമാണ്, വധിക്കലാണ്. അതേപോലെ ഈ അറിവില്ലായ്മയെ, തെറ്റിദ്ധാരണയെ അറിവാകുന്ന ആയുധം കൊണ്ട് മാറ്റി അറിവിന്റെ വഴിയിലേക്ക്, അറിവാണ് ഈശ്വരൻ, അറിവാണ് ശക്തി, അറിവാണ് ആയുധം, അറിവാണ് ആനന്ദം എന്ന പദത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നു. നമുക്കറിയാം, ഇന്നെല്ലാം ഒരുപാട് സംവാദങ്ങൾ, ചർച്ചകൾ, വിമർശനങ്ങൾ ഒക്കെ നടക്കുന്ന
ഒരു സമയം ശബരിമലയിലെ പ്രശ്നം തന്നെയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഭഗവാൻ വിമർശനത്തിന് അതീതമായിട്ട് നിൽക്കുകയാണെങ്കിലും വിമർശനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വർണം അടിച്ചു മാറ്റി ചെമ്പാക്കുന്നു, അല്ലേ? നമ്മൾ ഇന്നെല്ലാവരും അതിന്റെ പുറകെയാണ്, ആ ചിന്തയിലാണ്. എന്നോട് ഒരു കുട്ടി വന്ന് ചോദിച്ചു, ഭഗവാന് ശക്തിയില്ലേ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുവാൻ? നമ്മുടെ ദൈവങ്ങൾക്കൊന്നും ശക്തിയില്ലേ എന്ന് ചോദിക്കും കുട്ടിയോട്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ചോദിക്കാൻ പോലും ഒരു ശക്തി തന്നത് ഈശ്വരനല്ലേ. അതിനുദാഹരണം ഞാൻ പറഞ്ഞു കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത ചരിത്രത്തിലെ ഒരു ഭാഗമാണ്. ശ്രീനാരായണ ഗുരുദേവനും ഒരു സുഹൃത്തും കൂടി യാത്ര ചെയ്യുന്ന വേളയിൽ സുഹൃത്ത് ഗുരുദേവനോട് ചോദിച്ചു, കേരളത്തിലും ഭാരതത്തിലും ഒരുപാട് വിഗ്രഹങ്ങൾ ധ്വംസിക്കപ്പെടുന്നു. നമുക്ക് ഏറ്റവും വിശ്വാസം നിറഞ്ഞ, നമ്മുടെ വിശ്വാസങ്ങളെ തച്ചൊടിക്കുന്ന ഈ വിഗ്രഹത്തെ ധ്വംസിക്കുന്ന ഈ പ്രവൃത്തി നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്, ആത്മരോഷമുണ്ടാക്കുന്നതാണ്. അപ്പോ സുഹൃത്ത് ഗുരുദേവനോട് ചോദിക്കുകയാണ്, ഈ വിഗ്രഹങ്ങളെ ധ്വംസിച്ച സമയത്ത് വിഗ്രഹത്തിനുള്ളിലെ ദൈവം എന്ത് ചെയ്തു എന്ന്. അതിന് മറുപടിയായി ഗുരുദേവൻ സുഹൃത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതായത്, ഈശ്വരൻ എവിടെയാണ്? ആധ്യാത്മിക വിഷയത്തിൽ പ്രാവീണ്യമുള്ളതുകൊണ്ട്, അറിവുള്ളതുകൊണ്ട് ആ സുഹൃത്ത് പറഞ്ഞു, ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, എന്റെ ഹൃദയത്തിലുമുണ്ട്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ആ ഈശ്വര ചൈതന്യം. അപ്പോ ഗുരുദേവൻ തിരിച്ചു ചോദിച്ചു ഒരു ചോദ്യം, നിന്നെ ഒരാള് കത്തികൊണ്ട് കുത്തിക്കൊല്ലുമ്പോ നിന്റെ ഉള്ളിലെ ഈശ്വരൻ എന്ത് ചെയ്തു എന്ന്. ഉടനെ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, അത് അന്തിമ വിധി വരുമ്പോ അതിന് കടുത്ത ശിക്ഷ കിട്ടും എന്ന്. നമുക്കറിയാം, ഒരു റോഡിനൊരു നിയമമുണ്ട്. അതിന്റെ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ശിക്ഷയായിട്ടോ പിഴയായിട്ടോ അതിന് നിയമവ്യവസ്ഥകൾ വരും. അതേപോലെ വിഗ്രഹത്തെ ധ്വംസിക്കുമ്പോ, തച്ചുടയ്ക്കുമ്പോ ആ വിഗ്രഹത്തിനുള്ളിലെ ദൈവം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ അന്ത്യവിധിയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഈ പ്രപഞ്ചത്തിൽ കർമ്മവും കർമ്മഫലവും ഉള്ളിടത്തോളം കാലം അത് പ്രപഞ്ചത്തിന്റെ താളമാണ്, പ്രപഞ്ചത്തിന്റെ ധർമ്മമാണ്. അതിവിടെ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ്. ഇവിടെ ധർമ്മത്തിന്റെ സ്പന്ദനം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സൂര്യന് താഴെ ഈ സംസ്കാരത്തെ തച്ചുടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതെങ്ങനെയെന്നാൽ, തീജ്വാലയിൽ നിന്ന് പ്രഹ്ലാദൻ പുറത്തു വന്നതുപോലെ അത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ധർമ്മത്തിന്റെ പുണ്യമാണ് അത്. ഈ ധർമ്മത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ മണ്ണിലെ ഈശ്വര അവതാരമാണ്. അതേപോലെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സന്യാസി ശ്രേഷ്ഠന്മാർ, അവരുടെ സങ്കല്പങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ ഉപദേശങ്ങളും കൊണ്ട് ഈ മണ്ണിലെ ധർമ്മം എല്ലാ മനസ്സുകളും പരിവർത്തനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് സത്യമാണ്. കേരളം എന്ന് പറയുന്നത് ഭ്രാന്താലയമാണെന്ന് പറയുന്നവരുണ്ട്. ഈ ഭ്രാന്ത് മാറ്റുവാൻ, ജനങ്ങളുടെ ഭ്രാന്ത് മാറ്റുവാൻ എന്ത് ചെയ്യണം? സനാതന ധർമ്മത്തിന്റെ പ്രചരണമാണ് വേണ്ടത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തിനെ സമഗ്രമായ വികസനത്തിനും സുശക്തവും സംഘടിതവുമായ വിശാലമായൊരു ദർശനമാണിത്.
അമ്മ പറയാറുണ്ട്, യുക്തിയും ബുദ്ധിയും ശാസ്ത്രീയതയും ഭക്തിയും ചേർന്ന നിത്യഹരിതമാലയാണ് സനാതനധർമ്മം എന്ന്. ഈ ചരടിനെ എവിടൊക്കെ അത് അറ്റുപോകുന്നു, ആ ചരടിനെ ദൃഢപ്പെടുത്തുകയാണ് ഇന്നത്തെ ആചാര്യന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ബലപ്പെടുത്തുക, അതിന് വേണ്ടുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നോട്ടത്തിലും വാക്കിലും പെരുമാറ്റത്തിലും അവർ ഓരോരുത്തരും മാതൃകയായി തീരുകയാണ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഒരുമിക്കണം, അല്ലേ? ഭാരതത്തിന്റെ സന്ദേശം തന്നെ, ഒരു മഹാവാക്യം തന്നെ കൃണ്ണന്തോ വിശ്വമാര്യം എന്നാണ്. ഓരോ ഭാരതീയന്റെയും ഉത്തരവാദിത്വമാണ് ഭാരതത്തെ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എങ്ങനെയാണ് ശ്രേഷ്ഠത കൈവരിക്കേണ്ടത്? ആയുധം കൊണ്ട് അടിച്ചേൽപ്പിക്കലല്ല, അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ശ്രേഷ്ഠത കൈവരിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിക്കലല്ല. ഓരോ വ്യക്തികളും ശ്രേഷ്ഠതയിലേക്ക് ഉയരുമ്പോഴാണ് ശ്രേഷ്ഠമായ രാജ്യം, ഒരു കുടുംബം, ഒരു വ്യക്തി നിർമ്മിക്കപ്പെടുന്നത്. വ്യക്തി നിർമ്മാണത്തിലൂടെ. അത് തന്നെയാണ് ഈ ഋഷി പരമ്പര എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണുള്ളവർ കാണട്ടെ, മനസ്സുള്ളവർ ചിന്തിക്കട്ടെ. ഒരു അടിച്ചേൽപ്പിക്കലും ഇവിടെ ഇല്ല. അത് സ്വച്ഛന്തമാണ് ഈ ജീവദർശനം എന്ന് പറയുന്നത്. അതിവിടെ നടന്നുകൊണ്ടേയിരിക്കും. ആ സ്പന്ദനം, ധർമ്മത്തിന്റെ ശക്തി ഇവിടെ പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഭഗവാന്റെ വാഗ്ദാനമാണ്. ധർമ്മമേ ഇവിടെ ജയിക്കുള്ളൂ. ഈ മണ്ണിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ നമുക്കിന്ന് വേണ്ടത് കൂട്ടായ്മയാണ്. കൂട്ടം തെറ്റിയിട്ടുള്ള പ്രവർത്തനമല്ല, കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. മാറി മാറി നിന്ന് ഓരോ ആശയത്തിന്റെയും പിറകെ പോവാതെ ഈ ധർമ്മ സന്ദേശയാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ആശയത്തിന് വേണ്ടി കൂട്ടായിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അമ്മ ഇതിന് പറയുന്നത്, മക്കളെ, ഒരു തുള്ളി ഒരിക്കലും നദിയാവില്ല, അതിനൊഴുകാൻ സാധിക്കില്ല. ഓരോ തുള്ളികളും മറ്റുള്ള അനേകം തുള്ളികളുമായി ചേരുമ്പോഴാണ് അതൊരു നദിയായിട്ട് തീരുന്നത് എന്ന്. ആ നദിയായിട്ട് ഒഴുകുമ്പോൾ ആ ശക്തി കൊണ്ട് എല്ലാ മാലിന്യങ്ങളെയും അത് കഴുകി കളയുന്നത് പോലെ ധർമ്മത്തിന്റെ ശക്തി, അത് കൂട്ടായ്മയുടെ, ഒരുമയുടെ ശക്തിയാണ്. ജീവിതത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാടാണത്. ഞാൻ എന്ന ചെറിയ ലോകത്തിൽ നിന്ന് നമ്മുടേത് എന്ന വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കരുത്തിന്റെ ശക്തിയാണത്. ആ ഒരുമയുടെ പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്നിച്ചു നിൽക്കുക. നമ്മൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ കൊണ്ട് കേട്ട് കണ്ടുപഠിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ധർമ്മപ്രസരണം നടക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഓരോ വ്യക്തികളും ശ്രേഷ്ഠതയിലേക്ക് ഉയരണം, ഉണരണം. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, ഉണരുവിൻ മക്കളെ എന്ന്. നമ്മളെല്ലാം നിദ്രയിലാണ്. ആ ഉണർത്തുവാനുള്ള ആൾക്കാരാണ് ഈ സന്യാസി ശ്രേഷ്ഠന്മാർ ഓരോരുത്തരും. അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കണം. ഒരിക്കല് ഒരു വിദേശി ഭാരതീയനോട് ചോദിച്ചു, ഭാരതത്തിന്റെ വിശിഷ്ടത എന്താണ് എന്ന് ചോദിച്ചപ്പോ 2 വാക്കിൽ ഉത്തരം പറഞ്ഞു, ഇവിടുത്തെ ഗുരുപരമ്പര. ഈ ഗുരുപരമ്പരയാണ് നമ്മുടെ സംസ്കാരത്തെ കെടാതെ എന്നും കാത്തു സൂക്ഷിച്ചത്. അതിനെ ദൃഢത വരുത്തിയതും ഈ ഗുരുപരമ്പര തന്നെയാണ്. ജീവിതത്തിന്റെ നാൽക്കവലകളിൽ ദിശാബോധം തെറ്റി നടക്കുന്ന ജനതയെ അവർക്ക് വേണ്ട ദിശാബോധം നൽകി. നമുക്കറിയാം, ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക, മൂല്യങ്ങളെ മുഴുവൻ കാറ്റിപ്പറത്തിക്കൊണ്ട്
അടിച്ചു പൊളിക്കുക, അങ്ങനെ അടിഞ്ഞു തീരുന്ന ജീവിതങ്ങൾ. അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുവാൻ ആരുമില്ല. തെറ്റായ മാർഗത്തിലൂടെ, തെറ്റായ വഴികളിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ മഹിഷം, വിവരമില്ലാത്ത, വിവേകമില്ലാത്ത, തെറ്റിദ്ധാരണകൾ പടർത്തുന്ന ഒരു ജനതയുടെ വായിലാണ്, കരാള ഹസ്തങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതിന് ശരിയായ മാർഗദർശനം നൽകുന്ന ഗുരുവര്യന്മാരെ നമ്മൾ സമീപിക്കണം. അവരിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പകർത്തിക്കൊണ്ട് ഓരോരുത്തരും ജീവിക്കുമ്പോഴാണ് ഇവിടെ ധർമ്മപ്രസരണം നടക്കുന്നത്. അങ്ങനെ ശ്രേഷ്ഠരായ ഋഷിമാരുടെ നാടാണ് ഭാരതം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട്, ഈ ഋഷിമാരാണ് നമ്മളുടെ സംസ്കാരത്തിന്റെ കെടാവിളക്കുകളായി ജ്വലിക്കുന്നത്. നമ്മളിലൂടെ ഓരോരുത്തരിലൂടെയും ഭഗവാൻ ആവേശിച്ചുകൊണ്ട് ധർമ്മപ്രസരണം നടക്കുകയാണ്. ശബരിമലയിൽ ഇരുന്നു കൊണ്ട് ധർമ്മശാസ്ത്രാവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആ ശബ്ദമായി, അതിന്റെ പ്രവർത്തനമായി, കൈകാലുകളായി നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ആ ശക്തി തന്നെയാണ്. ആ ധർമ്മത്തിന്റെ സ്വരൂപമാണ് നമ്മൾ ഓരോരുത്തരിലൂടെയും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം ആർജവത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുവാനും അതിനുവേണ്ടി, അതിനെതിരെ പോരാടുവാനും നമുക്ക് ശക്തി കിട്ടുന്നത്. ഭഗവാൻ ഉണർന്നു കഴിഞ്ഞു, നമ്മളിലൂടെ ഉണർന്നു കഴിഞ്ഞു. അതിനുള്ള ഉത്തരം ഭഗവാനല്ല, നമ്മൾ തന്നെ ഓരോരുത്തരും അതിനുള്ള ഉത്തരമായി തീരണം. അതാണ് വേണ്ടത്. ഈ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുകയല്ല, സനാതന ധർമ്മത്തെ ഓരോരുത്തരും നെഞ്ചേറ്റുമ്പോഴാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് സനാതനം സംരക്ഷണമാകുന്നത്. അതുകൊണ്ട് ഈ ഋഷിമാർ പറഞ്ഞു തന്ന വഴികളിലൂടെ നമ്മൾ നടക്കുക. ഇവിടുത്തെ മണ്ണും ഗുരുജനങ്ങളും ഇവിടുത്തെ വായുവുമെല്ലാമാണ് നമ്മളെ നമ്മളാക്കിയത്. അത് മറന്നു പോകരുത്. ആ പാരമ്പര്യത്തിൽ, ആ ഗുരുപരമ്പരയെ നമുക്ക് വണങ്ങാം, നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരു മനസ്സോടെ ചിന്തിക്കാം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നന്ദി മാതാജി. അനുഗ്രഹ ഭാഷണത്തിനായി പാലക്കാട് ചിന്മയ മിഷന്റെ ആചാര്യനും ഭാഗവതാചാര്യനുമായ പരമപൂജനീയ ശ്രീ അശീഷാനന്ദ സരസ്വതി സ്വാമിജികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ ആദരണീയരായ സ്വാമിജിമാരുടെയും പാദങ്ങളിൽ പ്രണമിക്കുന്നു. ഇന്ന് സനാതനധർമ്മത്തിൻ്റെ കാവൽ ഭടന്മാരായി അതിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആവേശഭരിതരായി എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ സനാതനധർമ്മിയെയും ഞാൻ പ്രണമിക്കുന്നു. വ്യക്തിയുടെ മാറ്റത്തിലൂടെ മാത്രമേ സമാജത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ചേഞ്ചിലൂടെ മാത്രമേ സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാര് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് ഈ സമ്മേളനത്തിന് ശേഷം നാം ഓരോരുത്തരും ആ മാറ്റം നമ്മിൽ സംഭവിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടത്. ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ ധർമ്മ സന്ദേശം സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി സ്വാമിജി തരും. ശ്രദ്ധയോടുകൂടി എല്ലാവരും ശ്രമിക്കൂ. അത് ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നമ്മളിൽ ഈ പരിവർത്തനം ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ രാഷ്ട്രത്തിലും മാറ്റമുണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ധർമ്മത്തിൻ്റെ പ്രചാരകന്മാരായി തീരാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നമസ്കാരം. നന്ദി സ്വാമിജി. അനുഗ്രഹ ഭാഷണത്തിനായി പാലക്കാട് ശ്രീ അയ്യപ്പാശ്രമം സംപൂജ്യ പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
നമസ്സഭാഭ്യ സഭാപതിഭ്യശ്ചവോ നമോ നമഃ. കലിയുഗത്തിൽ നമുക്ക് 120 വയസ്സാണ് ജീവിക്കാൻ അധികാരമുള്ളത്. ഒരു കലിയുഗവും ഒരു ദ്വാപരയുഗവും ഒരു കൃതയുഗവും ഒരു ത്രേതായുഗവും കൂട്ടിച്ചേർത്താൽ ഒരു ചതുർയുഗം അല്ലെങ്കിൽ ഒരു മഹായുഗം. ഇത്തരം 71 മഹായുഗങ്ങൾ ചേർന്നാൽ ഒരു മന്വന്തരം. 14 മന്വന്തരങ്ങളാണ് നമുക്ക് ആകെയുള്ളത്. അതുകൊണ്ടുകൂടിയാണ് 14 ദിവസങ്ങളുടെ ധർമ്മയാത്ര ഭഗവാൻ നിശ്ചയിച്ചത്. ഇനി ഈ സന്യാസശ്രേഷ്ഠന്മാർ ജപവും തപസ്സും ധ്യാനവും പഠിക്കലും പഠിപ്പിക്കലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അവർ ഓരോ വാർഡുകളിലേക്കും ഓരോ ജില്ലകളിലേക്കും ഇറങ്ങി വരേണ്ട ആവശ്യം എന്താണ്? പുണ്യാത്മാക്കളെ, 7ാം മന്വന്തരമായ വൈവസ്വത മനു എന്ന് പറയുന്ന ഇപ്പോഴത്തെ മനുവിൻ്റെ 71 ചതുർയുഗങ്ങളിൽ 28ാമത്തെ ചതുർയുഗത്തിൻ്റെ കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ജീവിക്കുന്നു, 40ആയി, 20ആയി, 60ആയി, 80ആയി. ഞാൻ സനാതനധർമ്മമായ ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തു? വൺസ് മോർ ഐ റിപ്പീറ്റ്, സനാതനധർമ്മമായ നമ്മുടെ ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ ഇത്ര വയസ്സ് വരെ ജീവിച്ച ഞാൻ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കുകയും എന്താണ് നാം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനുമായിട്ടാണ് ധർമ്മ സന്ദേശയാത്ര എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ എന്ന 3 കർത്തവ്യം ഓരോ ഹിന്ദുവിൻ്റെയും ജന്മ സമയത്ത് തന്നെ കൂടെയുണ്ട്. ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ, ഇത് 3ഉം ശരിയായി നടത്താൻ പഠിപ്പിക്കലാണ് സന്യാസി ശ്രേഷ്ഠന്മാരുടെ കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ട് ധർമ്മം വഴിപിടിച്ചു പോകുമ്പോൾ, സമാജം തെറ്റിപ്പോകുമ്പോൾ അവരെ ട്രാക്കിലേക്ക് ആക്കാനാണ് ശ്രോത്രിയന്മാരും ബ്രഹ്മനിഷ്ഠന്മാരും ജ്ഞാനികളുമായ ഋഷീശ്വരന്മാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നറിയിച്ചുകൊണ്ട് ഈ ജന്മയാത്ര, ഈ ധർമ്മയാത്ര നമ്മുടെ മുൻപിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത് വന്നതും അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചതും നമ്മുടെ പുണ്യമാണ് എന്നറിയിച്ചുകൊണ്ട് മംഗളം. നന്ദി സ്വാമിജി. ഗുരുഗീത കീർത്തനം ആലപിക്കുന്നു ഹരിപ്രിയ അഞ്ജന അഞ്ജലി.
സ്വരൂപം തദാ വാതളത്രം യശശ്ചാരുചിത്രം ധനം വേരുതുല്യം മനശ്ചേരരത്നം ഗുരോരംഗിപത്മേ തദക്കിം 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 തദകിം കളത്രം ധനം പുത്രപൗത്രാദി സർവം ഗൃഹം ബാന്ധവാ സർവമേതദ്വിജാതം മനശ്ചേരരത്നം ഗുരോരംഗിപത്മേ തദക്കിം 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 തദകിം ഷഡംഗാദിവേദോ മുഖേശാസ്ത്രവിദ്യ കവിത്വാദിഗദ്യം സുഭദ്യം കരോതി മനശ്ചേനരത്നം ഗുരോരംഗിപത്മേ തദക്കിം 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 തദകിം വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാരവൃത്തേഷു മത്തോ ന ചാന്യ മനശ്ചേനരത്നം ഗുരോരംഗിപത്മേ തദക്കിം 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 തദകിം ക്ഷമാമണ്ഡലേ ഭൂപഭൂപാലവൃന്ദേ സദാ സേവിതം യസ്യ പാദാരവിന്ദം മനശ്ചേനരത്നം ഗുരോരംഗിപത്മേ തദക്കിം 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 തദകിം യശോ മേ ഗദം ദീക്ഷുദാന പ്രതാപ ജനദ്വസ്തു സർവം കരേയത്പ്രസാദാത് മനശ്ചേനരത്നം ഗുരോരംഗിപത്മേ തദക്കിം 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 തദകിം ന ഭോഗേന യോഗേന വാവാജിരാജോ ന കാന്താമുഖേനൈവ വിത്തേഷു ചിത്തം മനശ്ചേനരത്നം ഗുരോരംഗിപത്മേ തദക്കിം 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 തദകിം അരണ്യേന വാസസ്യ ഗേഹേന കാര്യേ ന ദേഹേ മനോവർത്തതേ മേ ത്വനർഗേ മനശ്ചേനരത്നം ഗുരോരംഗിപത്മേ തദക്കിം 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 തദകിം ഗുരോരശ്രഗമ്യത് പഠേത് പുണ്യദേഹി യതിർഭൂപതിർബ്രഹ്മചാരീ ജഗേഹി ലഭേത്വാർജിതാർത്ഥം പദം ബ്രഹ്മസജ്ഞം ഗുരോരുക്തവാക്യേ മനോയസ്യ ലഗ്നം ഗുരുകടാക്ഷം പരിപൂർണം ഗുരുകടാക്ഷം പരിപൂർണം ഗുരുകടാക്ഷം പരിപൂർണം. സമാധാരണമാണ്. സമാധാരണമാണ്. ധർമ്മസംരക്ഷണയാത്ര സ്വാഗത സംഘം അധ്യക്ഷയും റിട്ടയർഡ് IPS ഓഫീസറുമായ ശ്രീമതി ഇന്ദിരാ കൃഷ്ണകുമാർജിയെ സംപൂജ്യ സ്വാമി ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ ആദരിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് ഇനി ധർമ്മ സന്ദേശ പ്രഭാഷണമാണ്. ഭാരതീയ സനാതന സംസ്കൃതിയുടെ മഹത്തായ സന്ദേശങ്ങൾ ലോകത്തെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മ സന്ദേശ പ്രചാരകനായ പരമപൂജനീയ ചിദാനന്ദപുരി സ്വാമികളെ ധർമ്മ സന്ദേശ യാത്രയുടെ മലപ്പുറം വേദിയിലേക്ക്
താനൂർ പറമ്പിലേക്ക്, ശോഭാ പറമ്പിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയടികളോട് ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. വേദിയിലിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠരുടെയും പാദങ്ങളിൽ ഓം നമോ നാരായണായ പൂർവകമായ നമസ്കാരം. ഈ ധർമ്മസന്ദേശ യാത്രയുടെ പൊതുസമ്മേളനത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വന്ദനം. മാർഗദർശക മണ്ഡലം രൂപീകരിക്കപ്പെട്ട സന്ദർഭം വിശ്വഹിന്ദു പരിഷത്തിന്റെ രൂപീകരണ സന്ദർഭമാണ്. പരമ പൂജനീയ ചിന്മയാനന്ദ സ്വാമികളും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘചാലകായിരുന്ന ഗുരുജിയും മറ്റ് ഹിന്ദുധർമ്മ പ്രവർത്തകരും കൂടിയാലോചിച്ച് എല്ലാ ശങ്കരാചാര്യന്മാരുടെയും അതുപോലെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മിക്കവാറും കാഷായ വസ്ത്രധാരികളെയാണ് കാണുന്നത്. എന്നാൽ മാതാ അമൃതാനന്ദമയി അമ്മ മുഖ്യ രക്ഷാധികാരിയായി സുപ്രസിദ്ധ സാഹിത്യകാരൻ എഴുത്തച്ഛൻ പുരസ്കാരമടക്കം നേടിയ ശ്രീ സി രാധാകൃഷ്ണൻജി അധ്യക്ഷനായി അതിനുള്ള സ്വാഗത സംഘം രൂപീകരിക്കപ്പെട്ടു. അതിനനുസൃതമായി പ്രവർത്തനം നടക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കുള്ള മംഗളൂരു കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് അതിനെ മുൻനിർത്തി കേരളത്തിലെ എല്ലാ സന്യാസിമാരും ഒത്തൊരുമിച്ച്, സന്യാസിമാരെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആശ്രമത്തിൻ്റെയോ അല്ലെങ്കിൽ പരമ്പരയുടെയോ എന്നൊന്നും അർത്ഥമില്ല. അതിൽ ശ്രീരാമകൃഷ്ണ മിഷനും മഠവും ചിന്മയ മിഷനും മാതാ അമൃതാനന്ദമയി മഠവും ശിവഗിരി മഠവും തീർത്ഥപാദാശ്രമവും ശാന്തിഗിരി ആശ്രമവും അതുപോലെ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനവും സംബോധ് ഫൗണ്ടേഷനും ശിവാനന്ദ ആശ്രമവും നിത്യാനന്ദ ആശ്രമവും, അങ്ങനെ പേര് പറഞ്ഞാൽ പലതും വിട്ടുപോകും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് ഈ യാത്രയിൽ പങ്കുവഹിക്കുകയാണ്. രാമാനന്ദ ആശ്രമവും എല്ലാം എന്തിനു വേണ്ടി? നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് വാതോരാതെ പറയാറുണ്ട്. പല സ്ഥലത്തും പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മറ്റു പല സദസ്സുകളിലും നമ്മളെ തന്നെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ
ഹിന്ദു നേരിടുന്ന വെല്ലുവിളികൾ എന്നൊക്കെ വിഷയങ്ങൾ വെക്കാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ച് പറയിപ്പിച്ചോളൂ, ഞാൻ പറയില്ല. കാരണം വെല്ലുവിളികളും പ്രശ്നങ്ങളും പറയേണ്ട സമയമല്ലിത്. മറിച്ച് അത്തരം വെല്ലുവിളികൾക്ക് എന്താണ് മറുപടി, പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം, അത് സമാജത്തെ ബോധിപ്പിക്കേണ്ട സമയമാണ്. വെല്ലുവിളി ഉണ്ടാവുന്നു എന്നുള്ളത് ഒരിക്കലും ദോഷമല്ല. നമ്മൾ ആരും ആ തൂണിനോടോ ചുമരിനോടോ വെല്ലുവിളി നടത്താറില്ല. ജീവനുള്ള സജീവമായതിനോട് മാത്രമേ വെല്ലുവിളി ചെയ്യാറുള്ളൂ. വെല്ലുവിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സജീവതയുണ്ടെന്നർത്ഥമാണ്. അതുകൊണ്ട് അതിനെ കരുത്തോടുകൂടി അഭിമുഖീകരിക്കുക. നമ്മൾ മഹാശക്തിയുടെ സന്നിധിയിലാണ് ഒത്തുകൂടിയിരിക്കുന്നത്.